ലുക്ക് മിസ്റ്റർ ടോണി, ഞാൻ ചില കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അത് ആദ്യമേ പറയാം. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കണം. അതിന് ഭംഗം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ പുറത്തു പോകും. ഓക്കെ? ഓക്കെ മാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോട് എന്താണെന്നറിയില്ല. എനിക്ക് പണ്ടേ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്ത ഒരു കമ്പനിയിലും വർക്ക് ചെയ്യില്ല. വെരി ഗുഡ്. ഇനിയുള്ളത് ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓവർ ടൈം എല്ലാം ഉണ്ടാവും. സത്യത്തില് മാം പറയുന്ന കേട്ടിട്ട് എനിക്ക് ഓവർ ടൈം ചെയ്യാൻ കൊതിയാവും. ഗ്രേറ്റ്. നിങ്ങൾ 6 മാസം പ്രൊബേഷൻ ആയിരിക്കും. നിങ്ങളിപ്പോ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിനു മുമ്പേ ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ ഓക്കെ മാം. നിങ്ങളുടെ സെക്ഷനിലുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്താം. ഹെർ നെയിം ഈസ് അനു. എന്ന് ജോയിൻ ചെയ്യാം? നാളെ? യാ ഡെഫിനറ്റ്ലി. നിങ്ങൾ അനുവിന്റെ കൂടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അനു സുന്ദരിയായിരിക്കണേ. ടോണി താമസം? കുഴപ്പമില്ല, അനു താമസിച്ചു വന്നോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അതല്ലേ ടോണി, നിങ്ങൾ എവിടെയാ താമസിക്കുന്നെന്നാ ചോദിച്ചത്. അതാ സിവിയിലുള്ള അഡ്രസ്സില. ഓക്കെ. അനു? യെസ് മാം. പ്ലീസ് കം. മാം. അനു, ഇത് ടോണി, നമ്മുടെ പുതിയ ഫോട്ടോഗ്രാഫർ ട്രെയിനിയാ. നാളെ ജോയിൻ ചെയ്യും. ഹായ് ടോണി. ഹായ്. ഓക്കെ ടോണി, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ടോണി ആക്ച്വലി എന്താ ചെയ്തിരുന്നേ? എന്ത് ചെയ്തിരുന്നില്ല ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ എല്ലാ ഫീൽഡിലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതുകൊണ്ടല്ല, എന്ത് ചെയ്തിരുന്നില്ല ചോദിച്ചാ പറയാൻ കുറെ കാര്യങ്ങളുണ്ടേ, അതുകൊണ്ടാ. ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് വി ആർ റിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? സ്വന്തമായിട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ കാശുകാരാ. അതല്ല ടോണി ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഉദ്ദേശമൊക്കെ മനസ്സിലായി. അനു, വന്നപ്പോ മുതല് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കാം. പറയട്ടെ? അനു പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാ അനു. എനിക്കറിയാം. സൗന്ദര്യത്തെ കുറിച്ച് അത്യാവശ്യം ബോധമൊക്കെ എനിക്കുണ്ട്. ഓ, ഹ്യൂമർ സെൻസ്. എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഹ്യൂമർ സെൻസ് ഉള്ളതിന് സൗന്ദര്യം ഉണ്ടാവില്ല, സൗന്ദര്യം ഉള്ളതിന് ഹ്യൂമർ സെൻസ് ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി കിട്ടാന്ന് പറഞ്ഞാ യു ആർ ബ്ലെസ്ഡ്. താങ്ക് യു. പക്ഷേ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ലൈഫിൽ അതേട്ടാ ഫ്ലേർട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ മുമ്പില് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ പോട്ടെ, എനിക്കൊരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ഓ, താങ്ക് യു. ഹലോ. ഹേ മച്ചൂസ്. എന്റെ പാറു പോയല്ലോ. അളിയ, നീ അത് എങ്ങനെ? ഞാനെല്ലാം അറിഞ്ഞു. ചത്താലും കുഴപ്പമില്ല, ജിമ്മി ചേരാന്ന് പറഞ്ഞു എന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞേ അവള് പോയിന്ന്. നിനക്കൊന്ന് എന്നെ വിളിച്ചൊരു വാക്ക് പറയാറുന്നില്ല ടോണി? എടാ, ആ വാക്ക് അവളെ എന്നോട് പോലും പറയാതാ ദുബായിക്ക് പറഞ്ഞു കളഞ്ഞത്. എന്തായിരുന്നു പ്രശ്നം? എന്തിനും ഈ നീരജേട്ടൻ ഉണ്ടായിരുന്നില്ല അവക്ക്? എന്റെ പൊന്നെ നീരജ, നീ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ അവളെ മമ്മിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവള് ദുബായിക്ക് പോയതാ. അവള് കുറച്ച് ദിവസം കഴിയുമ്പോ വരും, ഉറപ്പായിട്ടും വരും. ഇപ്പഴേ സമാധാനായി ടോണി. ഞാനാകെ തകർന്നു പോയടാ. പോട്ടെ, വാ നമുക്ക് എന്തെങ്കിലും കുടിക്കാം. അല്ല, എനിക്കിപ്പോ ഒന്നും വേണ്ടടാ. അങ്ങനെ പറയല്ലേ, വാ എന്തെങ്കിലും കുടിക്കാം. വേണ്ടടാ, ഞാനിപ്പോ കുടിച്ചോളൂ. എനിക്ക് കുടിക്കണം. എന്നാ നീ പോണ വഴിക്ക് കുടിച്ചോ, എനിക്ക് പോയിട്ടേ അല്പം ധൃതിയുണ്ട്. എന്നാ ശരി, പൊയ്ക്കോ. എനിക്ക് ചെന്നിട്ട് പാറുനൊന്ന് വിളിക്കാം. എന്റെ കാര്യം മറക്കണ്ടാട്ടാ. അതല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറയാനാ. ഷെയ്ക്ക് കുടിച്ചാ മതിയോ? മതി. എന്നാ കേറ്. ചിരി കണ്ടില്ലേ?